ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ തുടക്കം മുതൽ ആരാധകരുടെ പ്രിയപ്പെട്ട ടീമുകളിലൊന്നാണ് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC. 2014 മുതൽ ഇന്ത്യൻ ക്ലബ് ഫുട്ബോൾ രംഗത്തുണ്ടെങ്കിൽ ഇന്നേ വരെ ഒരു കിരീടം പോലും ഷെൽഫിലെത്തിക്കാൻ ക്ലബിന് സാധിച്ചിട്ടില്ല. കിരീടത്തിനായുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ കാത്തിരിപ്പ് 2024-25 സീസണിൽ അവസാനിച്ചേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ആ പ്രതീക്ഷയ്ക്ക് തിളക്കം നൽകുന്നത് ടീമിന്റെ 3 വിദേശ താരങ്ങളാണ്. 2024-25 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഈ വിദേശത്രയം ഇതുവരെ മികവാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നതും ശ്രദ്ധേയം. 2024 ഡ്യൂറന്റ് കപ്പിൽ ഈ 3 പേരും മിന്നും പ്രകടനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ക്വാർട്ടർ ഫൈനലിലും കടന്നു. ഇത് മാത്രമല്ല, ക്ലബ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മാർജിനിലുള്ള ജയം ഡ്യൂറന്റ് കപ്പ് ഗ്രൂപ്പ് സിയിലെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കുറിച്ചു. മുംബൈ സിറ്റി FCക്കെതിരെ 8-0 ജയിച്ചതിലൂടെ ഡ്യൂറന്റ് കപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജയത്തിനൊപ്പമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയത്. ഉറുഗ്വൻ പ്ലേമേക്കർ അഡ്രിയാൻ ലൂണ, മൊറോക്കൻ ലെഫ്റ്റ് വിംഗർ നോഹ സദോയി, ഖാന സെൻറ്റർ സ്ട്രൈക്കർ ക്വാമെ പെപ്ര എന്നിവരുടെ സഖ്യമാണ് 2024-25 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഏറ്റവും വലിയ ആകർഷണവും അതുപോലെ തന്നെ പ്രതീക്ഷയും. ഈ ത്രയത്തിൻ്റെ ഡ്യൂറന്റ് കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ പ്രകടനം വിലയിരുത്തിയാൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ആരാധകർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നതാണ് വാസ്തവം. ഡ്യൂറന്റ് കപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC അഡ്രിയാൻ ലൂണ, ക്വാമെ പെപ്ര, നോഹ സദോയി ത്രയത്തെ അവതരിപ്പിച്ചത്. 2024 ഡ്യൂറന്റ് കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയത് ആകെ 16 ഗോളുകളാണ്. അതിൽ 14 എണ്ണത്തിലും ഈ 3 പേർക്കും നേരിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഹൈലൈറ്റ്. 2021-22 സീസണിന് മുന്നോടിയായി ഓസ്ട്രേലിയൻ ക്ലബ്ബായ മെൽബൺ സിറ്റി FCയിൽ നിന്നാണ് അഡ്രിയാൻ ലൂണ കൊച്ചി ക്ലബ്ബിലേക്ക് എത്തിയത്. ക്വാമെ പെപ്രയാണെങ്കിൽ 2023-24 സീസണിന് മുൻപായി ക്ലബ്ബിലേക്ക് വന്നു. മൊറോക്കൻ താരമായ നോഹ സദോയി നിലവിൽ ഇന്ത്യയിൽ കളിക്കുന്ന ഏറ്റവും മികച്ച വിംഗറായാണ് കണക്കാക്കപ്പെടുന്നത്. 2024-25 സീസണിന് മുന്നോടിയായി FC ഗോവയിൽ നിന്നാണ് ഈ 30-കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് FC റാഞ്ചിയത്. ഡ്യൂറന്റ് കപ്പിൽ അഡ്രിയാൻ ലൂണയുടെ സംഭാവന 2 ഗോൾ അസിസ്റ്റാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗോൾ നേടാൻ അഡ്രിയാൻ ലൂണയ്ക്ക് സാധിച്ചില്ല. സ്ട്രൈക്കർമാർ ഗോൾ നേടാത്തപ്പോഴാണ് സാധാരണയായി അഡ്രിയാൻ ലൂണ ഗോളിലേക്ക് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മുൻകാലങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളതാണ്. ഡ്യൂറന്റ് കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഡ്യൂറന്റ് കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി FCക്കെതിരെയും അവസാന മത്സരത്തിൽ CISF പ്രൊട്ടക്ടേഴ്സിനെതിരെയുമായിരുന്നു ലൂണയുടെ ഗോൾ അസിസ്റ്റുകൾ വന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആകെ 60 മത്സരങ്ങളിലാണ് താരം കളിച്ചത്. അതിൽ 15 ഗോളുകളും 20 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് അഡ്രിയാൻ ലൂണ. 2023-24 സീസണിലാണ് 23-കാരനായ ഖാന താരം കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലെത്തിയത്. സെൻറ്റർ ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്ന പെപ്ര 2024 ഡ്യൂറന്റ് കപ്പിൽ 3 മത്സരങ്ങളിൽ നിന്ന് ഒരു ഹാട്രിക് ഉൾപ്പെടെ 4 ഗോളുകൾ സ്വന്തമാക്കി. മാത്രമല്ല 4 ഗോളിന് അസിസ്റ്റും ഈ ഖാനക്കാരൻ നടത്തിയെന്നത് ശ്രദ്ധേയം. മുംബൈ സിറ്റി FCക്കെതിരായ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിലായിരുന്നു പെപ്രയുടെ ഹാട്രിക് വന്നത്. പഞ്ചാബ് FCക്കെതിരായ 1-1 സമനില നേടിയ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏക ഗോളിന് അസിസ്റ്റ് നടത്തിയത് പെപ്രയായിരുന്നു. CISF പ്രൊട്ടക്ടേഴ്സിനെതിരായ 7-0 ജയത്തിൽ 1 ഗോളും 3 അസിസ്റ്റും പെപ്ര സ്വന്തമാക്കി. ബ്ലാസ്റ്റേഴ്സിനായി ഇതുവരെ ആകെ 17 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചത്. അതിൽ 8 ഗോളുകളും 5 ഗോൾ അസിസ്റ്റുകളും നടത്തി. 2022 മുതൽ FC ഗോവയുടെ താരമായിരുന്നു നോഹ സദോയി. കഴിഞ്ഞ സീസണിൽ താരത്തെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമം നടത്തിയെങ്കിലും അത് ബലം കണ്ടില്ല. 2024 ഡ്യൂറന്റ് കപ്പിൽ 3 മത്സരങ്ങളിൽ നിന്ന് 2 ഹാട്രിക് അടക്കം 6 ഗോളാണ് നോഹ സദോയി സ്വന്തമാക്കിയത്. മുംബൈ സിറ്റിക്ക് FCക്കെതിരെയും CISF പ്രൊട്ടക്ടേഴ്സിനെതിരായ മത്സരത്തിലുമാണ് ഈ താരം ഹാട്രിക് നേടിയത്. മത്സരങ്ങളിൽ നിന്ന് 6 ഗോളും 2 അസിസ്റ്റും നോഹ സദോയിക്കുണ്ട്.